morning, dear students. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്റ്റോക്ക് ലെവൽസ് ആണ്. സ്റ്റോക്ക് ലെവൽസ് എന്ന് പറയുന്നത് നമ്മൾ മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് സ്റ്റോറിൽ ഏർപ്പെടുത്തേണ്ടുന്ന മെറ്റീരിയൽസ് കൺട്രോളിങ്ങിൻ്റെ ഭാഗമാണ് സ്റ്റോക്ക് ലെവൽസ്. സ്റ്റോക്ക് ലെവൽസ് കൃത്യമായിട്ട് പാലിച്ചാൽ മാത്രമേ നമുക്ക് നല്ല ഒരു മെറ്റീരിയൽസ് കൺട്രോളിങ് സാധ്യമാവുകയുള്ളൂ. അപ്പോൾ സ്റ്റോക്ക് കൺട്രോളിൻ്റെ ഭാഗമായിട്ടുള്ള 5 സ്റ്റോക്ക് ലെവൽസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഈ 5 സ്റ്റോക്ക് ലെവലിനും ഫോർമുലാസ് ഉണ്ട്. സ്റ്റോക്ക് ലെവൽസ് കാണാൻ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഒരുപാട് ഫാക്ടേഴ്സിനൊക്കെ സമ്മറൈസ് ചെയ്ത് അതിനെ ഓരോന്നിനും ഓരോ ഫോർമുലാസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആ ഫോർമുല അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സ്റ്റോക്ക് ലെവൽ കിട്ടും. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് നമുക്ക് വരുന്നത് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് എന്താണ് സ്റ്റോക്ക് ലെവൽ എന്ന് കാണണം. അതാണ് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നത്. അതുകൂടാതെ തിയറി ക്വസ്റ്റ്യൻസ് വരാം. വാട്ട് ഈസ് മീൻ ബൈ സ്റ്റോക്ക് ലെവൽസ്? അപ്പോൾ എന്താണ് സ്റ്റോക്ക് ലെവൽ നമ്മൾ എഴുതും. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റോക്ക് ലെവൽ? നമുക്കറിയാം മാക്സിമം ലെവലുണ്ട്, മിനിമം ലെവലുണ്ട്, റീഓർഡർ ലെവലുണ്ട്, അങ്ങനെ ആവറേജ് ലെവലുണ്ട്, ഡേഞ്ചർ ലെവലുണ്ട്, അങ്ങനെ ഓരോരോ ലെവൽസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? തിയറി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ പ്രോബ്ലം ചോദിക്കുന്ന സമയത്ത് ഒരു ഇല്ലസ്ട്രേഷൻ തന്ന് അതിൻ്റെ സ്റ്റോക്ക് ലെവൽസ് കാണാൻ പറയുന്ന സമയത്ത് കൃത്യമായിട്ട് സ്റ്റോക്ക് ലെവൽസ് കാണണമെങ്കിൽ നമുക്ക് എന്ത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം? ഈ ഫോർമുലാസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ആ ഫോർമുലാസ് കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ചാപ്റ്ററിലെ ഈ സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫോർമുല പഠിക്കുക എന്ന് പറയുന്നത് വളരെ 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 പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇനി ഇപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതിലെ പ്രാക്ടിക്കലും അതുപോലെ തന്നെ എക്സാമ്പിൾസും ഒക്കെയുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോഴും എക്സാമ്പിൾ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരം ക്വസ്റ്റ്യനെ നമുക്ക് ക്ലാസ്സിൽ കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരം ക്വസ്റ്റ്യൻസിൻ്റെ ഫോർമുലാസ് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. എങ്കിലും നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു പ്രാക്ടീസിന് വേണ്ടി അത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഏറെക്കുറെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഇത് സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതിനെ വേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഫോർമുല പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതൊന്നും വേണ്ട. ഇനിയിപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേജ് നമ്പർ 68 ഇല്ലസ്ട്രേഷൻ 6 ആണ് സ്റ്റോക്ക് ലെവലിൻ്റെ. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. കാൽക്കുലേറ്റ് മാക്സിമം ലെവൽ, മിനിമം ലെവൽ. ഇപ്പോൾ മാക്സിമം ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോഡക്റ്റിൻ്റെ എയോ ബിയോ സിയോ എക്സോ വൈയോ സെഡോ ഏതായിക്കോട്ടെ, ആ പ്രോഡക്റ്റിൻ്റെ മാക്സിമം സ്റ്റോക്ക് എന്ന് പറയുന്നത് ഈ മാക്സിമം ലെവലായിരിക്കണം. മാക്സിമം ലെവൽ, മിനിമം സ്റ്റോക്ക് എന്ന് പറയുന്നത് മിനിമം ലെവല്. ദെൻ റീഓർഡർ ലെവൽ, ആവറേജ് ലെവൽ ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. അപ്പോൾ മാക്സിമം ലെവൽ വേണം, മിനിമം ലെവൽ വേണം, ആവറേജ് ലെവൽ വേണം, റീഓർഡർ ലെവലുണ്ട്, ആവറേജ്. അപ്പോൾ 1, 2, 3, 4 ലെവൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷനാണ് മിനിമം കൺസംഷൻ 100 യൂണിറ്റ്സ് പെർ ഡേ. ഈ മിനിമം കൺസംഷൻ പറയുന്നത് കുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മിനിമം കൺസംഷൻ എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് 100 യൂണിറ്റ് ഒരു ദിവസം നമുക്ക് ഉപയോഗം വരും. 100 യൂണിറ്റെങ്കിലും നമ്മളൊരു ദിവസം ഉപയോഗിക്കും എന്നുള്ളതാണ്. മാക്സിമം കൺസംഷൻ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. മാക്സിമം കൺസംഷൻ 140 യൂണിറ്റ്സ് പെർ ഡേ. നോർമൽ കൺസംഷൻ, ഈ നോർമൽ കൺസംഷൻ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ കാണണം. എങ്ങനെയാണ് കാണുക? 100 + 100 140 അല്ലേ? മിനിമം പ്ലസ് മാക്സിമം ഡിവൈഡ് ബൈ 2 അങ്ങനെ കണ്ടാൽ മതി. ഞാനിത് പറയുന്നത് അതൊക്കെയാണ് ഇതിൽ വരുന്ന മാക്സിമം അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അത്രയേ ഉള്ളൂ. അതിൽ വിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിൽ വരില്ല. അപ്പോൾ 120 യൂണിറ്റ്സ് പെർ ഡേ ആണ് നോർമൽ കൺസംഷൻ. ഇനി റീഓർഡർ പീരീഡ് എന്ന് പറയുന്നത് 10 to 15 ഡേയ്സ്, 10 മുതൽ 15 ദിവസം വരെ. എന്താ റീഓർഡർ പീരീഡ്? കുട്ടികൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കുക. റീഓർഡർ പീരീഡ് എന്ന് പറയുന്നത് നമ്മൾ ഓർഡർ കൊടുത്ത് ഗുഡ്സ് നമുക്ക് കിട്ടാനുള്ള പീരീഡിനെയാണ് റീഓർഡർ പീരീഡ് എന്ന് പറയുന്നത്. ഓർഡർ പ്ലേസ് ചെയ്ത് ഗുഡ്സ് സപ്ലൈ കിട്ടുന്നത് വരെയുള്ള പീരീഡിനെയാണ് റീഓർഡർ പീരീഡ് എന്ന് പറയുന്നത്. അതായത് ഓർഡർ ചെയ്ത് ഗുഡ്സ് കിട്ടാൻ 10 മുതൽ 15 ദിവസം വരെ താമസമുണ്ടാകാം. ഇനി റീഓർഡർ ക്വാണ്ടിറ്റിയാണ്. റീഓർഡർ ക്വാണ്ടിറ്റി 1400 യൂണിറ്റ്സ്, 1400 യൂണിറ്റ്സ് ആണ് റീഓർഡർ ക്വാണ്ടിറ്റി. റീഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം നമ്മൾ ഓർഡർ ചെയ്യുക 1400 ക്വാണ്ടിറ്റിയാണ്.
അപ്പോൾ കുട്ടികൾക്കൊരു സംശയം തോന്നും, എന്താണ് ഈ 1400 എന്ന് പറയുന്നത് ഒരു 2000 ഓർഡർ ചെയ്താൽ പറ്റില്ലേ എന്നൊക്കെ തോന്നും. അല്ല, അത് കൃത്യമായിട്ട് നമ്മൾ കണക്കിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ കണക്കാക്കി എടുത്തിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് റീ ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 1400 യൂണിറ്റ് ആണ്. നോർമൽ റീ ഓർഡർ പീരീഡ് എന്ന് പറയുന്നത് 12 ഡേയ്സ് ആണ്. നോർമൽ റീ ഓർഡർ പീരീഡ് എന്ന് പറയുന്നത് സാധാരണ റീ ഓർഡർ ചെയ്യുന്ന പീരീഡ്, നോർമൽ റീ ഓർഡർ പീരീഡ് 10 to 15 ഡേയ്സ് ആണ്. 10 to 15 ഡേയ്സ് എന്ന് പറയുന്നത് 10 മുതൽ 15 ദിവസം വരെ. അപ്പോൾ അതിൻ്റെ നോർമൽ ഏവറേജ് എന്നാണ് നോർമൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 12 ദിവസമാണ്. ഇനി അതിൻ്റെ ഓരോന്നും കാണാം നമുക്ക്. അപ്പോൾ ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, മാക്സിമം ലെവൽ മിനിമം ലെവൽ കാണാൻ പറഞ്ഞാൽ അവിടെയൊക്കെ നമുക്ക് എന്ത് വേണം, റീ ഓർഡർ ലെവൽ കണ്ടാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം മാക്സിമം ലെവലാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്, രണ്ടാമത് മിനിമം ലെവലാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് രണ്ട് കാണണമെങ്കിൽ നമുക്ക് എന്ത് അത്യാവശ്യമാണ്, നമുക്ക് ഈ റീ ഓർഡർ ലെവല് കാണണം, എന്നിട്ട് മാത്രമേ ഇത് രണ്ടും കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആദ്യം കാണേണ്ടത് റീ ഓർഡർ ലെവലാണ്. റീ ഓർഡർ ലെവൽ ഈസ് ഈക്വൽ ടു മാക്സിമം റേറ്റ് ഓഫ് കൺസംഷൻ ഇൻറ്റു മാക്സിമം റീ ഓർഡർ പീരീഡ്. അതാണ് ഇക്വേഷൻ. അപ്പോൾ അത് ബൈ ഹാർട്ട് പഠിക്കുന്ന കുട്ടികൾ മാക്സിമം റേറ്റ് ഓഫ് കൺസംഷൻ ഇൻറ്റു മാക്സിമം അതിന് ഈ റീ ഓർഡർ ലെവലിനുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2 ഇക്വേഷൻ ഉണ്ട്. മിനിമം ലെവലിനോടുകൂടി പ്ലസ് ചെയ്യുന്ന ഇക്വേഷനും ഉണ്ട്, മാക്സിമം റേറ്റ് വെച്ച് കാണുന്ന ഇക്വേഷനും ഉണ്ട് കേട്ടോ. മാക്സിമം റേറ്റ് ഓഫ് കൺസംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മാക്സിമം ഒരു ദിവസം എത്ര ഉപയോഗിക്കും, മാക്സിമം കൺസംഷൻ 140 ആണ് അല്ലേ, ഇൻറ്റു മാക്സിമം റീ ഓർഡർ പീരീഡ്. ഇതിനെന്താണ്, മാക്സിമം റീ ഓർഡർ പീരീഡ് എത്രയാണ്, റീ ഓർഡർ പീരീഡ് 15 മുതൽ 15 ദിവസമാണ്. അപ്പോൾ അതിൻ്റെ മിനിമം എന്ന് പറയുന്നത് 10ഉം മാക്സിമം എന്ന് പറയുന്നത് 15ഉം ആണ്. അപ്പോൾ 140 ഇൻറ്റു 15 ആണ് എന്തിൻ്റെ ആൻസർ വരിക, റീ ഓർഡർ ലെവലിൻ്റെ ആൻസർ വരിക. അതവിടെ എഴുതുക, താഴെ എഴുതുക എന്താണ്, മാക്സിമം റേറ്റ് ഓഫ് കൺസംഷൻ എന്നുള്ളിടത്ത് 140ഉം മാക്സിമം റീ ഓർഡർ പീരീഡ് എന്നുള്ളിടത്ത് 15ഉം എഴുതുക. അങ്ങനെ 2100 യൂണിറ്റ്സ് ആണ് എന്തിൻ്റെ ആൻസർ, റീ ഓർഡർ ലെവലിൻ്റെ ആൻസർ 2100 യൂണിറ്റ്സ് ആണ്. ഡബിൾ ലൈൻ ചെയ്യുക. അടുത്ത മാക്സിമം ലെവലാണ്. മാക്സിമം ലെവൽ കാണാൻ നമുക്ക് ആദ്യത്തെ ഐറ്റം മാക്സിമം ലെവലാണ്. മാക്സിമം ലെവൽ ഈസ് ഈക്വൽ ടു റീ ഓർഡർ ലെവൽ പ്ലസ് റീ ഓർഡർ ക്വാണ്ടിറ്റി. റീ ഓർഡർ ലെവലും റീ ഓർഡർ ക്വാണ്ടിറ്റിയും കൂടി കൂട്ടുക, മൈനസ് ഇനി ബ്രാക്കറ്റ് ചെയ്യുക മിനിമം റേറ്റ് ഓഫ് കൺസംഷൻ ഇൻറ്റു മിനിമം റീ ഓർഡർ പീരീഡ്. അവിടെ മിനിമം റേറ്റ് ഓഫ് കൺസംഷനും മിനിമം റീ ഓർഡർ പീരീഡും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ്, അതാണ് എവിടുന്ന് മൈനസ് ചെയ്യേണ്ടത്, റീ ഓർഡർ ലെവൽ പ്ലസ് റീ ഓർഡർ ക്വാണ്ടിറ്റിയിൽ നിന്ന് മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ മാക്സിമം ലെവൽ ഈസ് ഈക്വൽ ടു റീ ഓർഡർ ലെവൽ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ട് എത്രയാണ്, 2100 പ്ലസ് റീ ഓർഡർ ക്വാണ്ടിറ്റി നമ്മുടെ അടുത്തുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1400 മൈനസ്, ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റിലെ മിനിമം റേറ്റ് ഓഫ് കൺസംഷൻ എത്രയാണ്, മിനിമം റേറ്റ് ഓഫ് കൺസംഷൻ 100 യൂണിറ്റ് ആണ് അല്ലേ, ഇൻറ്റു മിനിമം റീ ഓർഡർ പീരീഡ് എത്രയാണ്, മിനിമം റീ ഓർഡർ പീരീഡ് 10 യൂണിറ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, അത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് മനസ്സിലായി 3500 മൈനസ് 1000 ഈസ് ഈക്വൽ ടു 2500 യൂണിറ്റ്. 2500 യൂണിറ്റ്സ് ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഡബിൾ ലൈൻ ചെയ്യുക. അടുത്ത മിനിമം ലെവൽ. മിനിമം ലെവൽ റീ ഓർഡർ ലെവൽ മൈനസ്, ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, നോർമൽ റേറ്റ് ഓഫ് കൺസംഷൻ ഇൻറ്റു നോർമൽ റീ ഓർഡർ പീരീഡ്. എന്താണ് ഈ നോർമൽ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആവറേജ് എന്നാണ്. ആവറേജ് റേറ്റ് ഓഫ് കൺസംഷൻ ഇൻറ്റു ആവറേജ് റീ ഓർഡർ പീരീഡ് ആണ്. അപ്പോൾ ഇവിടെ താഴെ എഴുതി വയ്ക്കുക സിഗൾ ടു റീ ഓർഡർ ലെവൽ നമുക്ക് നമ്മൾ കണ്ടുപിടിച്ചിട്ട് എത്രയാണ്, 2100 യൂണിറ്റ്സ് മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അതിൽ നോർമൽ റേറ്റ് ഓഫ് കൺസംഷൻ എത്ര, ഏറ്റവും അവസാനം അല്ല മൂന്നാമത്തെ ഐറ്റായിട്ട് തന്നിട്ടുണ്ട്. നോർമൽ കൺസംഷൻ എത്രയാണ്, 120 യൂണിറ്റ്സ് പെർ ഡേ ആണ്. അപ്പോൾ 120 ഇൻറ്റു നോർമൽ റീ ഓർഡർ പീരീഡ്. നോർമൽ റീ ഓർഡർ പീരീഡ് എത്രയാണ്, 12 ഡേയ്സ് ആണ്. അപ്പോൾ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇസ് ഈക്വൽ ടു 2100 മൈനസ് 1440 ഈസ് ഈക്വൽ ടു 660 യൂണിറ്റ്സ്. 660 യൂണിറ്റ്സ് ആണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ആവറേജ് ലെവലാണ്. ആവറേജ് ലെവല് നമുക്കറിയാം 2 ഇക്വേഷൻസ് ഉണ്ട്. ആവറേജ് ലെവലിൻ്റെ ഇക്വേഷൻ ഒന്ന്, ഏറ്റവും എളുപ്പമുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് മാക്സിമം ലെവൽ പ്ലസ് മിനിമം ലെവൽ ഡിവൈഡ് ബൈ 2 അതാണ്. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സാധാരണ സജസ്റ്റ് ചെയ്യുന്ന കണ്ടിട്ടുള്ളത് ആദ്യത്തെ ഇക്വേഷനാണ് ഏറ്റവും ബെസ്റ്റ്. അത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ മാത്രമാണ് രണ്ടാമത്തെ ഇക്വേഷൻ ചെയ്യേണ്ടതുള്ളൂ എന്നാണ്. 2 ചെയ്താലും കുഴപ്പമൊന്നുമില്ല, 2 ആൻസർ ആയിരിക്കും മിക്കവാറും വരിക, എങ്കിലും ആദ്യത്തെ ഇക്വേഷൻ ചെയ്യാണ് ബെറ്റർ. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ ഏതാണ്, മിനിമം ലെവൽ പ്ലസ് ഹാഫ് റീ ഓർഡർ ക്വാണ്ടിറ്റിയാണ്. മിനിമം ലെവൽ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു എത്രയാണ്, 660 യൂണിറ്റ് ആണ്. 660 പ്ലസ്
റീഓർഡർ ക്വാണ്ടിറ്റി എത്രയാണ്? 1400 ഹാഫ് റീഓർഡർ ക്വാണ്ടിറ്റി 660 പ്ലസ് ഹാഫ് റീഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ 660 പ്ലസ് എന്താണ് 1400 പകുതി 700. അപ്പോൾ 1360 യൂണിറ്റ്സ് ആണ് നമ്മുടെ ആവറേജ് ലെവൽ കേട്ടോ. മറ്റേ മാക്സിമം പ്ലസ് മിനിമം ഡിവൈഡ് ബൈ 2 ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു യൂസ് എന്താണ് ഫസ്റ്റ് ഇക്വേഷൻ കേട്ടോ. ആദ്യത്തെ ഇക്വേഷൻ യൂസ് ചെയ്യാണ് ബെറ്റർ. 1360 യൂണിറ്റ്സ് ആണ് അതിൻ്റെ ആവറേജ് സ്റ്റോക്ക് ലെവൽ. ഇതാണ് സ്റ്റോക്ക് ലെവലിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് കുട്ടികൾക്ക് വ്യക്തമായിട്ടുണ്ടാവും എന്താണ് നമ്മൾ എത്ര കണ്ട് ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യുന്നു അത്രയും എളുപ്പമായിരിക്കും നമുക്ക് ചെയ്യാൻ. അതല്ലാതെ അധ്യാപകന് ഇതിൽ വലിയ റോളില്ല കേട്ടോ. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാൻ ചില ഹിഡൻ ഇൻഫർമേഷൻസ് ഒക്കെ വരുമ്പോഴാണ് അത്തരം കേസുകളിൽ മാത്രമാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുള്ളൂ. അതും ഇത്തരം ക്വസ്റ്റ്യനിൽ വളരെ അപൂർവമാണ്, സാധാരണ ഗതിക്ക് ഉണ്ടാകാത്തൊരു കാര്യമാണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനും നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേജ് നമ്പർ 69 ഇല്ലസ്ട്രേഷൻ 7 ആണ്. സ്റ്റോക്ക് ലെവലിൻ്റെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദ മാക്സിമം ലെവൽ, മിനിമം ലെവൽ, റീഓർഡർ ലെവൽ ആൻഡ് ആവറേജ് ലെവൽ ഫ്രം ദ ഫോളോയിങ്. മാക്സിമം ലെവല്, മിനിമം ലെവല്, റീഓർഡർ ലെവല്, ആവറേജ് ലെവല് ഫ്രം ദ ഫോളോയിങ്. എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതാണ്. റീഓർഡർ ക്വാണ്ടിറ്റി 1500 യൂണിറ്റ്സ്. റീഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് രണ്ടാമത് ഓർഡർ ചെയ്യുന്ന ക്വാണ്ടിറ്റി 1500 യൂണിറ്റ്സ് ആണ്. റീഓർഡർ പീരീഡ് 4 to 6 weeks. അതായത് റീഓർഡർ പീരീഡ് എന്ന് പറയുന്നത് റീഓർഡർ ചെയ്ത് ഗുഡ്സ് കിട്ടാനുള്ള പീരീഡിനെയാണ് റീഓർഡർ പീരീഡ് എന്ന് പറയുന്നത്. 4 മുതൽ 6 ആഴ്ച വരെയാണ്. മാക്സിമം കൺസംഷൻ 400 യൂണിറ്റ്സ് ആണ്. മിനിമം കൺസംഷൻ 250 യൂണിറ്റ്സ് ആണ്. നോർമൽ കൺസംഷൻ 300 യൂണിറ്റ്സ് പെർ വീക്ക് ആണ്. 300 യൂണിറ്റ്സ് പെർ വീക്ക്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ നിന്ന് നമുക്ക് മാക്സിമം ലെവൽ കാണണം, മിനിമം ലെവൽ കാണണം, റീഓർഡർ ലെവൽ കാണണം, ആവറേജ് ലെവൽ കാണണം കേട്ടോ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ആദ്യം തന്നെ ഒരു നോർമൽ റീഓർഡർ പീരീഡ് കണ്ടുവച്ചിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, അത് വരുന്ന സമയത്ത് കാണാം. എങ്കിലും സ്ലൈഡിൽ ഞാൻ അതുപോലെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. നോർമൽ റീഓർഡർ പീരീഡ് ഈസ് ഈക്വൽ ടു ഇവിടെ മാക്സിമം കൺസംഷൻ, മിനിമം കൺസംഷൻ, നോർമൽ കൺസംഷൻ അത് തന്നിട്ടുണ്ട്. പക്ഷേ റീഓർഡർ പീരീഡ് 4 to 6 weeks ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? 4 മുതൽ 6 ആഴ്ച വരെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നോർമൽ എത്രയാ? 4 + 6 10 / 2 എത്രയാണ്? 5 ആണ്. അത്രയേ ഉള്ളൂ. അത് ആ സമയത്ത് കണ്ടാലും മതി. എന്തായാലും അത് ആദ്യം തന്നെ തരാത്ത ഒരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ ആദ്യം തന്നെ കണ്ടുവച്ചു എന്നേ ഉള്ളൂ. 5 weeks ആണ് നോർമൽ റീഓർഡർ പീരീഡ്. താഴെ റീഓർഡർ ലെവൽ ഈസ് ഈക്വൽ ടു ആദ്യം കാണേണ്ടത് അതാണല്ലോ. എപ്പോൾ എല്ലാ ക്വസ്റ്റ്യനിലും ആദ്യം കണ്ടുവയ്ക്കേണ്ട റീഓർഡർ ലെവലാണ്. റീഓർഡർ ലെവൽ ഈസ് ഈക്വൽ ടു മാക്സിമം റേറ്റ് ഓഫ് കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ്. മാക്സിമം റേറ്റ് ഓഫ് കൺസംഷൻ എത്രയാണ്? 400 യൂണിറ്റ്സ് പെർ വീക്കാണ് അല്ലേ. 400 ആണ് മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ് എത്രയാണ്? 6. 6 വീക്കാണ് മാക്സിമം റീഓർഡർ പീരീഡ്. അപ്പോൾ 400 × 6 = 2400 യൂണിറ്റ്സ് ആണ് നമ്മുടെ റീഓർഡർ ലെവൽ എന്ന് പറയുന്നത്. അതവിടെ ഡബിൾ ലൈൻ ചെയ്തിടുക. മാക്സിമം റീഓർഡർ ലെവൽ ഇനി എന്ത് ചെയ്യുക? മാക്സിമം ലെവൽ കാണാം. മാക്സിമം ലെവൽ ഈസ് ഈക്വൽ ടു റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക മിനിമം റേറ്റ് ഓഫ് കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. അവിടെയൊക്കെ മിനിമമാണ് അല്ലേ. റീഓർഡർ ലെവലിലൊക്കെ നമ്മൾ മാക്സിമം എടുത്ത് ഇവിടെയൊക്കെ നമ്മൾ മിനിമമാണ് ബ്രാക്കറ്റിൽ എടുക്കുന്നത്. അങ്ങനെ ശ്രദ്ധിച്ച് പഠിക്കാം കേട്ടോ. അപ്പോൾ റീഓർഡർ ലെവൽ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 2400 പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1500 മൈനസ് ഇനി ബ്രാക്കറ്റിൽ എന്ത് ചെയ്യുക? മിനിമം റേറ്റ് ഓഫ് കൺസംഷൻ എത്രയാണ്? മിനിമം 250 ആണ്. ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ് എത്രയാണ്? 4 to 6 weeks ആണ് റീഓർഡർ പീരീഡ് അല്ലേ. അപ്പോൾ മിനിമം എത്രയാണ്? 4 = എത്രയാണ്? 2400 പ്ലസ് 1500 മൈനസ് 1000. അപ്പോൾ 2400 പ്ലസ് 1500 എന്ന് പറയുമ്പോൾ 3900 മൈനസ് 1000 = 2900 യൂണിറ്റ്സ് ആണ്. 2900 യൂണിറ്റ്സ് ആണ് നമ്മുടെ എന്തായിട്ട് വരിക? മാക്സിമം ലെവലായിട്ട് വരിക. കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി മിനിമം ലെവലാണ്. മിനിമം ലെവൽ = ഇക്വേഷൻ എഴുതി വയ്ക്കുക. റീഓർഡർ ലെവൽ മൈനസ് ബ്രാക്കറ്റിൽ എഴുതുക നോർമൽ റേറ്റ് ഓഫ് കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ്. മിനിമം ലെവൽ എങ്ങനെ കാണാം? മിനിമം ലെവൽ = നോർമൽ ലെവൽ റീഓർഡർ ലെവൽ മൈനസ് നോർമൽ റേറ്റ് ഓഫ് കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ്. അപ്പോൾ ഇവിടെ നോർമലാണ് വരുന്നത്. റീഓർഡർ ലെവൽ മിനിമം ലെവലിനൊക്കെ നോർമലാണ്. = റീഓർഡർ ലെവൽ എത്രയാണ്? റീഓർഡർ ലെവൽ നമ്മൾ കണ്ടുപിടിച്ചിട്ട് എത്രയാണ്? 2400 മൈനസ്
ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. നോർമൽ റേറ്റ് ഓഫ് കൺസംഷൻ എത്രയാണ്? നോർമൽ റേറ്റ് ഓഫ് കൺസംഷൻ എന്ന് പറയുന്നത് 300 യൂണിറ്റ് ആണ്. ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ് നമ്മളിപ്പോൾ ഫസ്റ്റ് തുടക്കത്തിൽ സ്ലൈഡിലൊക്കെ കണ്ടില്ലേ, ടെക്സ്റ്റിലും ഉണ്ട് 5 വീക്സ് എന്നുള്ളത്. അപ്പോൾ 300 × 5 ഈസിക്കൽ ടു 2400 മൈനസ് 1500 ഈസിക്കൽ ടു 900 യൂണിറ്റ്സ് ആണ് നമ്മുടെ മിനിമം ലെവൽ എന്ന് പറയുന്നത്. 900 യൂണിറ്റ്സ് ആണ് മിനിമം ലെവൽ. ഇനി എന്ത് ചെയ്യാം? ആവറേജ് ലെവൽ ഈസിക്കൽ ടു മിനിമം ലെവൽ പ്ലസ് ഹാഫ് റീഓർഡർ ക്വാണ്ടിറ്റി. ആവറേജ് ലെവൽ ഈസിക്കൽ ടു മിനിമം ലെവൽ പ്ലസ് ഹാഫ് റീഓർഡർ ക്വാണ്ടിറ്റി ഈസിക്കൽ ടു മിനിമം ലെവൽ എത്രയാണ്? 900 ആണ് മിനിമം ലെവൽ, ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു. പ്ലസ് ഹാഫ് ഇൻറ്റു 1500. റീഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 1500 ആണ്. അപ്പോൾ 1500 പകുതി എത്രയാണ്? 750. അപ്പോൾ 900 പ്ലസ് 780 ഈസിക്കൽ ടു 1650 യൂണിറ്റ്സ്. അപ്പം ഇതാണ് ആവറേജ് ലെവൽ. ഇനി കുട്ടികൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ സംശയം വന്നിട്ടുണ്ടാവും. ആവറേജ് ലെവൽ നമുക്ക് 2 രീതിയിൽ കാണാം. എങ്ങനെയാണ് ആവറേജ് ലെവൽ? ഒന്ന് എന്ത് ചെയ്യാം, സാധാരണ പോലെ നമുക്ക് എപ്പോഴും ഉപയോഗിക്കേണ്ട ഇക്വേഷനാണ് മിനിമം ലെവലിനോടുകൂടി റീഓർഡർ ക്വാണ്ടിറ്റിയുടെ ഹാഫ് കൂട്ടിയാൽ എന്തായി? ആവറേജ് ലെവലായി. ഇനി അതും അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഓർഡിനറി മെത്തേഡ് ഉണ്ട്. എന്താണ്? മിനിമം ലെവൽ പ്ലസ് മാക്സിമം ലെവൽ ഡിവൈഡ് ബൈ 2. 2 ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ രണ്ടാമത്തെ മെത്തേഡ് ചെയ്യുന്ന സമയത്ത്, സെക്കൻഡ് മെത്തേഡ് ചെയ്യുന്ന സമയത്തും ആദ്യത്തെ മെത്തേഡ് ചെയ്യുന്ന സമയത്തും ആൻസർ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് കുഴപ്പമില്ല. കുട്ടികൾക്ക് ഏതാണോ താല്പര്യം എന്നുണ്ടെങ്കിൽ, ഏതാണോ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ചെയ്യാം. എങ്കിലും എന്താണ്, ആദ്യത്തെ ഇക്വേഷൻ കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അതായത് മിനിമം ലെവൽ കാണുകയും മിനിമം ലെവൽ നമ്മുടെ കയ്യിൽ ഉണ്ടാവുകയും റീഓർഡർ ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിൽ ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ ആവറേജ് ലെവൽ കാണാൻ ആദ്യത്തെ ഇക്വേഷൻ ഉപയോഗിക്കുകയാണ് ബെറ്റർ. മിനിമം ലെവൽ പ്ലസ് ഹാഫ് റീഓർഡർ ക്വാണ്ടിറ്റി ഉപയോഗിക്കുകയാണ് നല്ലത്. ഇനി റീഓർഡർ ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ, നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. റീഓർഡർ ക്വാണ്ടിറ്റി കണ്ടിട്ട് ആവറേജ് ലെവൽ കാണേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യാം? മിനിമം ലെവൽ പ്ലസ് മാക്സിമം ലെവൽ ഡിവൈഡ് ബൈ 2 എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം? വ്യക്തമായിട്ട് നമുക്ക് എഴുതി വയ്ക്കാം. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ മിനിമം ലെവൽ പ്ലസ് മാക്സിമം ലെവൽ പ്ലസ് മിനിമം ലെവൽ ഡിവൈഡ് ബൈ 2 അല്ലെങ്കിൽ മിനിമം പ്ലസ് മാക്സിമം ഡിവൈഡ് ബൈ 2 ആ ഒരു ഇക്വേഷൻ കൂടി ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. കുട്ടികൾ നോക്കുക. മാക്സിമം ലെവൽ 2900 പ്ലസ് മിനിമം ലെവൽ 900 ഡിവൈഡ് ബൈ 2 അല്ലേ? അപ്പോൾ ആവറേജ് ലെവൽ വരുന്നത് 1900 യൂണിറ്റ്സ് ആണ്. വലിയ വ്യത്യാസമുണ്ട്. ആദ്യത്തെ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ 1650, രണ്ടാമത്തെ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ 1900 ആണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ പ്രശ്നമാക്കേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു മെത്തേഡ് ചെയ്താൽ മതി. ഏത് മെത്തേഡ് ചെയ്താലും കുട്ടികൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. പക്ഷേ ആദ്യത്തെ മെത്തേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് റീഓർഡർ ക്വാണ്ടിറ്റി അറിയണം. രണ്ടാമത്തെ മെത്തേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമവും മാക്സിമവും അറിയണം. അപ്പോൾ ഇതിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഏത് ഇക്വേഷൻ തിരഞ്ഞെടുക്കണം എന്ന് മനസ്സിലാക്കുന്നത് കേട്ടോ. 2 ചെയ്താലും ഒരേ ആൻസർ കിട്ടില്ല. അത് സാധ്യമല്ല. ഒരേ ആൻസർ അല്ല എങ്കിലും അത് ശരിയാണ്. ക്വസ്റ്റ്യൻ ശരിയാണ്, ആൻസർ ശരിയാണ് കേട്ടോ. അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ ചെയ്യാം. 8ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 components X and Y are used as follows. നോർമൽ യൂസേജ് 700 യൂണിറ്റ്സ് പെർ വീക്ക്, മാക്സിമം 900 യൂണിറ്റ്സ് പെർ വീക്ക്. അപ്പോൾ എക്സിനും വൈക്കും ഉണ്ട് കേട്ടോ. എക്സിൻ്റെയും വൈയുടെയും നോർമലും മാക്സിമം ഒക്കെ സെയിം ആണ്. മിനിമം യൂസേജ് 500 യൂണിറ്റ്സ് പെർ വീക്ക്, അത് മിനിമവും ശരിയാണ്. ഇനി റീഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന എക്സിൻ്റെയും വൈയുടെയും വ്യത്യാസമുണ്ട്. എക്സിൻ്റെ 5200ഉം വൈയുടെ 7000ഉം ആണ്. റീഓർഡർ പീരീഡ് എക്സ് 3 to 5 വീക്സും വൈ 2 to 4 വീക്സും ആണ്. ഈ കാൽക്കുലേറ്റ് ഫോർ ഈച്ച് കമ്പോണൻറ്റ് എ റീഓർഡർ ലെവൽ, ബി മിനിമം ലെവൽ, സി മാക്സിമം ലെവൽ, ഡി ആവറേജ് ലെവൽ. ഇതൊക്കെയാണ് നമുക്ക് കാണേണ്ടത്. ഇനി നമുക്ക് ഓരോന്നും കാണാം. ഓരോന്ന് കാണുമ്പോൾ, ഓരോ ഐറ്റം കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോന്നിനും എക്സിൻ്റെയും വൈയുടെയും കാണണം. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. റീഓർഡർ ലെവൽ ഈസ് ഈക്വൽ ടു, അതിൻ്റെ ഇക്വേഷൻ എന്താണ്? മാക്സിമം റേറ്റ് ഓഫ് കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ്. അപ്പോൾ താഴെ എക്സ് ഈസ് ഈക്വൽ ടു, എക്സിൻ്റെ മാക്സിമം റേറ്റ് കൺസംഷൻ എത്രയാണ്? എക്സിൻ്റെയും വൈയുടെയും അത് ശരിയാണ്, സെയിം ആണ് അല്ലേ? മാക്സിമം റേറ്റ് ഓഫ് കൺസംഷൻ 900 ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ് എക്സിൻ്റെ 5 വീക്സ് ആണ്. അപ്പോൾ 900 ഇൻറ്റു 5, വൈയുടെ 900 ഇൻറ്റു 4. അപ്പോൾ അതവിടെ എഴുതി വയ്ക്കുക. എക്സ് ഈസ് ഈക്വൽ ടു 900 ഇൻറ്റു 5, വൈ ഈസ് ഈക്വൽ ടു 900 ഇൻറ്റു 4.
അപ്പോൾ എക്സിന് വാല്യൂ കിട്ടുക, എക്സിൻ്റെ വാല്യൂ കിട്ടുക 4500 യൂണിറ്റ്സും വൈയുടെ വാല്യൂ കിട്ടുക എത്രയാണ് 3600 യൂണിറ്റ്സുമാണ്. അപ്പോൾ അത് കുട്ടികൾ നന്നായിട്ട് ശ്രദ്ധിക്കാം. അടുത്തത് മിനിമം ലെവലാണ്. മിനിമം ലെവൽ ഈസ് ഈക്വൽ ടു റീഓർഡർ ലെവൽ മൈനസ് മിനിമത്തിനൊക്കെ ഉള്ള ഒരു പ്രത്യേകത നോർമലാണ്. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത്. അതായത് മിനിമത്തിന് എല്ലാത്തിനും എന്താണ് നോർമലാണ് ബ്രാക്കറ്റിൽ വരുന്നത്. ദെൻ മാക്സിമത്തിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബ്രാക്കറ്റിൽ വരുന്നതൊക്കെ മിനിമമാണ്. ഇങ്ങനെയൊക്കെ ചില ഹിന്ദികൾ വെച്ചിട്ടൊക്കെയാണ് ബൈ ഹാർട്ട് പഠിക്കുന്നത്. അത് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം മാത്രം. അപ്പോൾ കുട്ടികൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെത്തേഡ് വെച്ചിട്ട് പഠിക്കാം. എന്തെങ്കിലും ഒരു കാര്യം വെച്ച് പഠിച്ചാൽ, ഓർമ്മിച്ച് പഠിച്ചാലാണ് നമുക്ക് പെട്ടെന്ന് ബൈ ഹാർട്ട് പഠിക്കുന്നത് പെട്ടെന്ന് മനസ്സിലേക്ക് വരുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. മിനിമം ലെവൽ ഈസ് ഈക്വൽ ടു റീഓർഡർ ലെവൽ മൈനസ്, ഇനി ബ്രാക്കറ്റിൽ എന്ത് ചെയ്യുക, നോർമൽ റേറ്റ് ഓഫ് കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ്. ദെൻ താഴെ എക്സ് ഈസ് ഈക്വൽ ടു റീഓർഡർ ലെവൽ എത്രയാണ് 4500 മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, നോർമൽ റേറ്റ് ഓഫ് കൺസംഷൻ 700 ആണ്. രണ്ടിൻ്റെയും അത് തന്നെയാണ് 700 ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ് വ്യത്യാസമുണ്ട്. എക്സിൻ്റെ ഇപ്പോൾ ഇവിടെ കണ്ട ഈ ക്വസ്റ്റ്യനിൽ നോർമൽ കണ്ടിട്ടില്ല. നോർമല് അല്ലെങ്കിൽ നോർമൽ താഴെ ഏറ്റവും താഴെ വർക്കിംഗ് നോട്ടിലാണ് കണ്ടിട്ടില്ല. നോർമൽ കാണേണ്ട ആവശ്യമില്ല. എന്താ കാരണം 3 to 5 ആണ്. അപ്പോൾ 5 3 8, 8ൻ്റെ പകുതി എത്രയാണ് 4 തന്നെയാണ് നോർമൽ കേട്ടോ. അപ്പോൾ 700 ഇൻറ്റു 4 എത്രയാണ് 1700 യൂണിറ്റ്സ്, 1700 യൂണിറ്റ്സ് ആണ് എക്സിൻ്റെ ആൻസർ. വൈ ഈസ് ഈക്വൽ ടു മിനിമം ലെവൽ ഓഫ് വൈ ഈസ് ഈക്വൽ ടു 3600 യൂണിറ്റ്സ്. അതാണ് റീഓർഡർ ലെവൽ 3600 മൈനസ് ബ്രാക്കറ്റിൽ എന്ത് ചെയ്യുക 700 ഇൻറ്റു 3, 700 ഇൻറ്റു 3. അപ്പോൾ അതിൻ്റെ ആൻസർ 3 വരാനുള്ള കാരണം അറിയാലോ, 2 to 4 വീക്സ് ആണ്. അപ്പോൾ 6 ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 3 ആണ്. അപ്പോൾ 700 ഇൻറ്റു 3 ആണ് വൈയുടെ എന്താണ് നോർമൽ റേറ്റ് ഓഫ് കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ് എന്ന് പറയുന്നത്. ഈസ് ഈക്വൽ ടു 1500 യൂണിറ്റ്സ്. ഡബിൾ ലൈൻ ചെയ്യാം. മാക്സിമം ലെവൽ ഈസ് ഈക്വൽ ടു, അടുത്ത ഇക്വേഷൻ എഴുതുക, മാക്സിമം ലെവൽ ഈസ് ഈക്വൽ ടു റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ്, ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്, മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. അപ്പോൾ റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 4000 പ്ലസ് 4000 ആണ് റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. എക്സിൻ്റെ 5200ഉം വൈയുടെ 7000 ആണ്. അപ്പോൾ എക്സിൻ്റെ എന്ത് ചെയ്യുക 4500 പ്ലസ് 5200 മൈനസ് മിനിമം കൺസംഷൻ എത്രയാണ് 500 യൂണിറ്റ് ആണ് മിനിമം കൺസംഷൻ ഇൻറ്റു അവരുടെ മിനിമം റീഓർഡർ പീരീഡ് എന്ന് പറയുന്നത് 3 വീക്സ് ആണ്, 3 വീക്സ് ആണ്. അപ്പോൾ എക്സിൻ്റെ എന്ത് ചെയ്യുക മിനിമം റീഓർഡർ പീരീഡ് 3 അവിടെ എഴുതുക. അപ്പോൾ 4500 പ്ലസ് 5200 മൈനസ് 500 ഇൻറ്റു 3. അപ്പോൾ 500 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 1500 വരും. അപ്പോൾ താഴെ എന്ത് ചെയ്യുക 9700 മൈനസ് 1500 ഈസ് ഈക്വൽ ടു 8200 യൂണിറ്റ്സ്, 8200 യൂണിറ്റ്സ്. ഇനി വൈയുടെ എങ്ങനെയാണ്, വൈ ഈസ് ഈക്വൽ ടു 3600 ആണ് വൈയുടെ എന്ത് റീഓർഡർ ലെവൽ, വൈയുടെ റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി 7000 ആണ് മൈനസ് മിനിമം കൺസംഷനിൽ മാറ്റമില്ല 500 തന്നെ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ് 2 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക 3600 പ്ലസ് 7000 മൈനസ് 500 ഇൻറ്റു 10 ദാറ്റ് ഈസ് 1000. അപ്പോൾ എന്ത് ചെയ്യുക താഴേക്ക് എഴുതുക 10600 മൈനസ് 1000 ഈസ് ഈക്വൽ ടു 9600 യൂണിറ്റ്സ്, 9600 യൂണിറ്റ്സ്. 9600 യൂണിറ്റ്സ് ആണ് മാക്സിമം ലെവൽ ഓഫ് വൈ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ആവറേജ് ലെവലാണ്. ആവറേജ് ലെവൽ ഈസ് ഈക്വൽ ടു മിനിമം ലെവൽ പ്ലസ് ഹാഫ് റീഓർഡർ ക്വാണ്ടിറ്റി. അപ്പോൾ ഇവിടെയും എല്ലാ ക്വസ്റ്റ്യനിലും ചെയ്തിട്ടുള്ളത് ഏതാണ്, നമുക്ക് റീഓർഡർ ക്വാണ്ടിറ്റി കിട്ടുന്ന മിനിമം ലെവലുള്ള റീഓർഡർ ക്വാണ്ടിറ്റി കൂടിയുള്ള, ചില ക്വസ്റ്റ്യനിൽ റീഓർഡർ ക്വാണ്ടിറ്റി തരില്ല. അപ്പോൾ റീഓർഡർ ക്വാണ്ടിറ്റി കൂടിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം ഈ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ കാണുമായിരിക്കും ബെറ്റർ. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു മിനിമം ലെവൽ എത്രയാണ് 1700 പ്ലസ് ഹാഫ് റീഓർഡർ ക്വാണ്ടിറ്റി, ഹാഫ് എത്രയാണ് 5200 ഹാഫ്, അപ്പോൾ എത്ര വരിക 1700 പ്ലസ് 2600 ഈസ് ഈക്വൽ ടു 4300 യൂണിറ്റ്സ്, 4300 യൂണിറ്റ്സ് ആണ് അതിൻ്റെ ആൻസർ വരിക.
Y is equal to 1500 plus half reorder quantity. 1500 plus half reorder quantity എന്ന് പറയുന്നത് 3500 ആഡ് ചെയ്യുക is equal to 5000 യൂണിറ്റ്സ്, 5000 യൂണിറ്റ്സ്. ഇതാണ് ആവറേജ് ലെവല്. താഴെ നോട്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എന്താണ് നോർമൽ റീഓർഡർ പീരീഡ് അല്ലെങ്കിൽ ആവറേജ് റീഓർഡർ പീരീഡ് ആണ് പറഞ്ഞിട്ടുള്ളത്, നോട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് താഴെ. അപ്പോൾ അത് കുട്ടികൾ നോക്കുക. നേരത്തെ അതിന് കാണാം. അപ്പോൾ നോട്ട് പ്രിപ്പയർ ചെയ്യണമെന്നില്ല, അവിടെ തന്നെ സൈഡിൽ ഇത് എഴുതി വെച്ചാലും മതി കേട്ടോ. 3 to 5ൻ്റെ ആവറേജ് കാണാം. 3 + 5 / 2 = 4 വീക്സ് ആണല്ലോ വരിക. അതിപ്പോൾ പ്രത്യേകിച്ച് നോട്ട് എഴുതണമെന്ന് നിർബന്ധമില്ല കേട്ടോ. സൈഡിൽ എവിടെയെങ്കിലും അത് ആൻസർ ചെയ്താലും മതി. അപ്പോൾ ഇത്ര എളുപ്പമാണ് നമുക്ക് എന്താണ് ഈ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ കൂടി നമുക്ക് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം. പേജ് നമ്പർ 110-110ലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, കുട്ടികൾ ശ്രദ്ധിക്കാം. X Limited uses 3 types of materials A, B and C for production of X, the final product. X എന്നുള്ള ഫൈനൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എക്സ് ലിമിറ്റഡ് 3 പ്രോഡക്റ്റുകൾ 3 മെറ്റീരിയൽസ് അവർ എന്ത് ചെയ്യുന്നു, സൂക്ഷിക്കുന്നു. ദ റിലവൻറ്റ് മന്ത്ലി ഡാറ്റ ഫോർ ദ കമ്പോണൻസ് ആർ ഗിവൺ ബിലോ. ആ കമ്പോണൻസിൻ്റെ മന്ത്ലി ഡാറ്റാസ് നമുക്ക് തന്നിട്ടുണ്ട്. വലതുവശത്തെ കുട്ടികൾ ശ്രദ്ധിക്കുക, ABC എന്നുള്ള 3 കോളം ഉണ്ടാവും. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നോർമൽ യൂസേജ്, മിനിമം യൂസേജ്, മാക്സിമം, അതായത് നോർമൽ, മിനിമം, മാക്സിമം തന്നിട്ടുണ്ട്. റീഓർഡർ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. റീഓർഡർ പീരീഡ് തന്നിട്ടുണ്ട്. പക്ഷേ മന്തിലാണ് റീഓർഡർ പീരീഡ്, പക്ഷേ അതിന് നോർമൽ തന്നിട്ടില്ല. നോർമൽ വേണമെങ്കിൽ സൈഡിൽ കാണാം. 3 to ആദ്യത്തേന് 2 to 3 ആണ്. അപ്പോൾ 3, 2, 5, 5ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 2.5 ആദ്യത്തെ എക്ക് നോർമൽ. ബിക്ക് 3 to 4 ആണ്. അപ്പോൾ 7ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 3.5. മൂന്നാമത്തെ സി മെറ്റീരിയലിന് 3, 2 ആണ്, 5 ആണ്. അപ്പോൾ അവിടെയും 2.5. അപ്പോൾ 2.5, 3.5, 2.5 ആണ് ഇതിൻ്റെ നോർമൽ പീരീഡ് എന്ന് പറയുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കാൽക്കുലേറ്റ് ഫോർ ഈച്ച് മെറ്റീരിയൽ റീഓർഡർ ലെവൽ, മിനിമം ലെവൽ, മാക്സിമം ലെവൽ ആൻഡ് ആവറേജ് സ്റ്റോക്ക് ലെവൽ. അപ്പോൾ ഇതിനെ ഓരോന്നിനും എന്ത് കാണണം, റീഓർഡർ ലെവൽ കാണണം, മിനിമം ലെവൽ കാണണം, മാക്സിമം ലെവൽ കാണണം, ആവറേജ് ലെവൽ കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം. ആദ്യം റീഓർഡർ ലെവൽ കാണാം. റീഓർഡർ ലെവലാണല്ലോ കാണേണ്ടത്, കാരണം അതാണ് ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ റീഓർഡർ ലെവൽ കാണുമ്പോൾ റീഓർഡർ ലെവൽ ഈസ് ഈക്വൽ ടു മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ്. മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ്. അപ്പോൾ ഇത് പഠിക്കണം കേട്ടോ. അപ്പോൾ മെറ്റീരിയൽ എ ഈസ് ഈക്വൽ ടു, മെറ്റീരിയൽ എയുടെ മാക്സിമം കൺസംഷൻ എത്രയാണ്? മെറ്റീരിയൽ എയുടെ മാക്സിമം കൺസംഷൻ എന്ന് പറയുന്നത് 300 യൂണിറ്റ് ആണ്. ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ് എത്രയാണ്? 3 ആണ്. അപ്പോൾ 300 ഇൻറ്റു 3 900. അപ്പോൾ കുട്ടികളിത് നോട്ടിൽ ഒന്ന് എഴുതി വെക്കണം കേട്ടോ. 300 ഇൻറ്റു 3 900. ബി പോയിൻ്റ്, ബി മെറ്റീരിയൽസ്, ബി പോയിൻ്റുള്ള ബി മെറ്റീരിയൽസ് ഈസ് ഈക്വൽ ടു മാക്സിമം കൺസംഷൻ എത്രയാണ്? 250 ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ് എത്രയാണ്? 4. അപ്പോൾ 250 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 1000. സി കാറ്റഗറിയുടെ മാക്സിമം കൺസംഷൻ എത്രയാണ്? മാക്സിമം കൺസംഷൻ സി കാറ്റഗറിയുടെ 270 ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ് എത്രയാണ്? 3. അപ്പോൾ 810. അപ്പോൾ ഇതാണ് അവരുടെ റീഓർഡർ ലെവല്. റീഓർഡർ ലെവലിൻ്റെ എത്രയാണ് എമൗണ്ട്? 900, 1000, 810. 900, 1000, 810. എക്ക് 900, ബിക്ക് 1000, സിക്ക് 810. ഡബിൾ ലൈൻ ചെയ്യുക ആൻസറുകൾ. തൊട്ട് താഴെ രണ്ടാമത്തെ പോയിന്റ് കൊടുക്കുക. മിനിമം ലെവൽ ഈസ് ഈക്വൽ ടു റീഓർഡർ ലെവൽ മൈനസ് നോർമൽ റേറ്റ് ഓഫ് കൺസംഷൻ ആൻഡ് നോർമൽ റീഓർഡർ പീരീഡ്. ഞാൻ ഒന്നുകൂടി പറയാം. മിനിമം ലെവൽ ഈസ് ഈക്വൽ ടു റീഓർഡർ ലെവൽ മൈനസ് നോർമൽ റേറ്റ് ഓഫ് കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ്. അപ്പോൾ അവിടെ എ ഈസ് ഈക്വൽ ടു, എയുടെ റീഓർഡർ ലെവൽ എത്രയാണ്? 900 യൂണിറ്റ്സ് ആണ്. 900 യൂണിറ്റ്സ് മൈനസ് 200 ആണ് അവരുടെ നോർമൽ റേറ്റ് ഓഫ് കൺസംഷൻ. 200 ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ് എന്ന് പറയുന്നത് 2.5. അപ്പോൾ 900 മൈനസ് 200 ഇൻറ്റു 2.5 ഈസ് ഈക്വൽ ടു 900 മൈനസ് 500 ഈസ് ഈക്വൽ ടു 400 യൂണിറ്റ്സ്. 400 യൂണിറ്റ്സ് ആണ് എയുടെ മിനിമം ലെവൽ. ഇനി ബിയുടെ മിനിമം ലെവൽ എങ്ങനെയാണ് കാണുക? ഈസ് ഈക്വൽ ടു റീഓർഡർ ലെവൽ ബിയുടെ എത്രയാണ്? 1000 ആണ്. 1000 മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. നോർമൽ റേറ്റ് ഓഫ് കൺസംഷൻ ഓഫ് ബി എത്രയാണ്? 150 യൂണിറ്റ് ആണ്. ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ് 3.5 ആണ്.
അപ്പോൾ ബിയുടെ റീഓർഡർ ലെവൽ എങ്ങനെയാണ് കാണാം? 1000 മൈനസ് 525 ഈസ് ഈക്വൽ ടു 475 ആണ് ബിയുടെ മിനിമം ലെവൽ. റീഓർഡർ ലെവൽ അല്ല, മിനിമം ലെവൽ. ഇനി സിയുടെ മിനിമം ലെവൽ എങ്ങനെയാണ് കാണാം? റീഓർഡർ ലെവൽ മൈനസ് നോർമൽ റേറ്റ് ഓഫ് കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ്. അപ്പോൾ റീഓർഡർ ലെവൽ സിയുടെ എത്രയാണ്? 810 മൈനസ് നോർമൽ റേറ്റ് ഓഫ് കൺസംഷൻ 180 ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ് 2.5. ഇതിന് എത്രയാണ് വരിക? 810 മൈനസ് 450 ഈസ് ഈക്വൽ ടു 360. 360 യൂണിറ്റ്സ് ആണ് സിയുടെ മിനിമം ലെവൽ. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം. എയുടെ മിനിമം ലെവല് 400 യൂണിറ്റ്സ്, ബിയുടെ മിനിമം ലെവല് 475 യൂണിറ്റ്സ്, സിയുടെ മിനിമം ലെവല് 360 യൂണിറ്റ്സ്. ഇനി മൂന്നാമത്തെ പോയിന്റ് ആണ് മാക്സിമം ലെവൽ. മാക്സിമം ലെവൽ ഈസ് ഈക്വൽ ടു റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം റേറ്റ് ഓഫ് കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. താഴെ ഈസ് ഈക്വൽ ടു എ ഈസ് ഈക്വൽ ടു മാക്സിമം ലെവൽ എയുടെ എത്രയാണ്? സോറി, ROL എയുടെ എത്രയാണ്? റീഓർഡർ ലെവൽ എയുടെ എത്രയാണ്? 900 യൂണിറ്റ്സ് പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 750, 780 യൂണിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. 780 മൈനസ് മിനിമം റേറ്റ് ഓഫ് കൺസംഷൻ 100 ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ് 2 ആണ്. ദെൻ 1650 മൈനസ് 200 ഈസ് ഈക്വൽ ടു 1450 ആണ് എയുടെ ആൻസർ വരിക. 1450 യൂണിറ്റ്സ്. ഇനി ബിയുടെ റീഓർഡർ ലെവൽ എന്ന് പറയുന്നത് 1000 പ്ലസ് 900 ആണ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം റേറ്റ് ഓഫ് കൺസംഷൻ എന്ന് പറയുന്നത് 100 ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ് എന്ന് പറയുന്നത് 3 ആണ്. ദെൻ 1900 മൈനസ് 300 1600. ദെൻ സി ഈസ് ഈക്വൽ ടു മാക്സിമം ലെവൽ ഈസ് ഈക്വൽ ടു എത്രയാണ്? ROL എത്രയാണ്? 810 പ്ലസ് ROQ അതായത് റീഓർഡർ ക്വാണ്ടിറ്റി 720 മൈനസ് മിനിമം റേറ്റ് ഓഫ് കൺസംഷൻ 90 ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ് 2 ഈസ് ഈക്വൽ ടു എത്രയാണ്? 1530 മൈനസ് 180 ഈസ് ഈക്വൽ ടു 1350 യൂണിറ്റ്സ്. 1350 യൂണിറ്റ് ആണ് മാക്സിമം ലെവൽ. ഇനി എന്താണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്? മാക്സിമം ലെവൽ കഴിഞ്ഞാൽ മിനിമം ലെവൽ, മാക്സിമം ലെവൽ കഴിഞ്ഞാൽ ഇനി ആവറേജ് സ്റ്റോക്ക് ലെവലാണ്. അപ്പോൾ ആവറേജ് സ്റ്റോക്ക് ലെവൽ നമുക്കറിയാം 2 ഇക്വേഷൻ ഉണ്ടെങ്കിൽ കൂടി ആദ്യത്തെ ഇക്വേഷനാണ് ആദ്യം പഠിപ്പിച്ച ഇക്വേഷനാണ് ഏറ്റവും ബെറ്റർ. ദെൻ നാലാമത്തെ കേസിൽ എഴുതുക ആവറേജ് സ്റ്റോക്ക് ലെവൽ ഈസ് ഈക്വൽ ടു മിനിമം ലെവൽ പ്ലസ് ഹാഫ് റീഓർഡർ ക്വാണ്ടിറ്റി. ദെൻ എസ് ആവറേജ് ലെവൽ ഈസ് ഈക്വൽ ടു മിനിമം ലെവൽ 400 ആണ്. 400 പ്ലസ് ഹാഫ് റീഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ 1/2 ഇൻറ്റു 750. അപ്പോൾ 400 പ്ലസ് 375 ദാറ്റ് ഈസ് 775. B's average stock level is equal to B materials average stock level is equal to 475 plus half reorder quantity, half into 900. അപ്പോൾ 475 plus 450 is equal to 925 units. C's average stock level is equal to 360 plus half reorder quantity വരുമ്പോൾ half into 720 is equal to 360 plus 180 is equal to 540. 540 യൂണിറ്റ്സ് ആണ് സിയുടെ ആവറേജ് സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ സ്റ്റോക്ക് ലെവൽ എന്നുള്ള പോർഷനിൽ പഠിക്കാനുള്ളത്. ഇനിയും കുറച്ച് സ്പെഷ്യലായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് പ്രാക്ടിക്കൽ പ്രോബ്ലത്തിൽ ഉണ്ട്. പക്ഷെ അത് ഞാനിപ്പോൾ എനിക്കത് എടുക്കാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ EOQ കൂടി അടുത്ത ഒരു ഹെഡ് കൂടി കംപ്ലീറ്റ് ചെയ്താലാണ് അത് കൃത്യമായിട്ട് നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ഈ ക്ലാസ്സിൽ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ 9, 10, 11 ഇത് ഹോംവർക്കായിട്ട് കുട്ടികൾ ചെയ്യണം. 9ാമത്തെ ക്വസ്റ്റ്യൻ പേജ് നമ്പർ 70 9th ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ പേജ് നമ്പർ 71 10th ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 71 തന്നെ 11th ക്വസ്റ്റ്യൻ. ഈ 3 ക്വസ്റ്റ്യനും കുട്ടികൾ ഹോംവർക്കായിട്ട് ചെയ്ത് എനിക്ക് അയച്ചു തരണം. കുട്ടികൾ ശ്രദ്ധിക്കാം. അടുത്ത ഹെഡിങ് എന്ന് പറയുന്നത് ഇക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റിയാണ്. ഇപ്പോൾ അടുത്ത നമ്മുടെ ഹെഡ് എന്ന് പറയുന്നത് ഇക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റിയാണ്. ചുരുക്കപ്പേര് EOQ എന്ന് പറയും. EOQ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ ഇതൊന്ന് ചെറുതായിട്ട് പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ റീഓർഡറിങ് ക്വാണ്ടിറ്റി, അത്
വെറുതെ, അല്ലെങ്കിൽ ഇക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വെറുതെ ഒരു ഓർഡറിങ് ക്വാണ്ടിറ്റി നമ്മൾ ഫിക്സ് ചെയ്യുന്നതല്ല. അതിൻ്റെ പേരിൽ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട്. എന്താണ്? ഇക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റിയാണ്. ഓരോ പ്രാവശ്യം നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ വളരെ ഇക്കണോമിക്കലായിട്ടുള്ള ക്വാണ്ടിറ്റി നോക്കിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഓർഡർ ചെയ്യാൻ. മനസ്സിലായല്ലോ? അതിനെയാണ്, ആ ക്വാണ്ടിറ്റിയെയാണ്, അങ്ങനെ ഫിക്സ് ചെയ്യുന്ന ഇക്കണോമിക്കലായിട്ടുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റീനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഇക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇനി എന്താ നോക്കാം. ഇക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി ഈസ് ദ ഐഡിയൽ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് ടു ബി ഓർഡേർഡ് അറ്റ് വൺ ടൈം. മനസ്സിലായല്ലോ? ഓരോ സമയത്തും ഓർഡർ ചെയ്യുന്ന ക്വാണ്ടിറ്റീനെയാണ് എന്തായിട്ട് പറയുന്നത്, ഇക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം. ഇക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി ഈസ് ദ ഐഡിയൽ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് ടു ബി ഓർഡേർഡ് അറ്റ് വൺ ടൈം. ഒരു സമയത്ത് നമ്മൾ ഓർഡർ ചെയ്യുന്ന ഐഡിയൽ ക്വാണ്ടിറ്റീനെയാണ് എന്തായിട്ട് പറയുന്നത്, ഇക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ദി ആനുവൽ റിക്വയർമെന്റ് ഓഫ് മെറ്റീരിയൽസ് ക്യാൻ ബി പർച്ചേസ്ഡ് ഇൻ ലോട്ട്സ് ഓഫ് കൺവീനിയൻറ്റ് സൈസ്. അല്ലേ? ഒരു ആനുവലി നമുക്ക് നമ്മുടെ റിക്വയർമെൻറ്റ്, അല്ലെങ്കിൽ ഒരു വർഷത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് നമുക്ക് എന്ത് ചെയ്യാം, കൺവീനിയൻ്റ് ലോട്ടുകളായിട്ട് പർച്ചേസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു വർഷം നമുക്ക് 12 യൂണിറ്റ് മെറ്റീരിയൽസ് വേണമെന്ന് വിചാരിക്കാം. ഞാൻ എളുപ്പത്തിന് കുട്ടികൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറയുന്നത്. 12 യൂണിറ്റ് മെറ്റീരിയൽസ് നമുക്കൊരു കൊല്ലം വേണം. അപ്പോൾ അതെങ്ങനെ പർച്ചേസ് ചെയ്യാം? ഒരു ലോട്ടായിട്ട് പർച്ചേസ് ചെയ്യാം. അങ്ങനെ പർച്ചേസ് ചെയ്യാം. ഒറ്റയടിക്ക് തന്നെ 12 യൂണിറ്റ് മേടിച്ച് വയ്ക്കാം. അപ്പോൾ പിന്നെ ഒരു കൊല്ലത്തേക്ക് മേടിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, 2 തവണയായിട്ട് 6 എണ്ണം വീതം മേടിക്കാം. അപ്പോഴും 2 പർച്ചേസ് മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, 3 എണ്ണം വെച്ചിട്ട് മേടിക്കാം. അല്ലേ? അപ്പം 3 3 6 3 9 3 12 അല്ലേ? അപ്പോൾ എത്ര വേണം? 3 3 6 3 9 3 3 6 3 9 3 12 4 തവണയായിട്ട് മേടിക്കാം. അല്ലേ? ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, അതിലും എന്ത് ചെയ്യാം, വീണ്ടും ഒരു ഡൈവേർഷൻ നടത്താം. എന്താണ്, ഒരു 6 മാസമായിട്ട് 2 എണ്ണം വെച്ചിട്ട് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാം. 2 മാസം കൂടുമ്പോൾ 2 എണ്ണം വെച്ചിട്ട് മേടിക്കാം. അതല്ലെങ്കിൽ ഓരോ മാസം ഒരെണ്ണം വെച്ചിട്ട് മേടിക്കാം. അങ്ങനെയും ചെയ്യാം. അല്ലേ? അപ്പോൾ ഇവിടെ ഈ ലോട്ട് എത്ര എണ്ണം വെച്ച് മേടിക്കണമെന്ന് കണക്കാക്കുന്ന ഒരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അത്തരം എന്ത് ചെയ്യുക, അത്തരം എന്താണ്, പല ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. ആ ഫാക്ടേഴ്സിനൊക്കെ കണക്കാക്കി, അല്ലെങ്കിൽ ആ ഫാക്ടേഴ്സൊക്കെ കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്ന ഒരു ഐഡിയൽ ക്വാണ്ടിറ്റീനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഇക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഓർഡറിങ് കോസ്റ്റ് വരും, ക്യാരിയിങ് കോസ്റ്റ് വരും. നമുക്കറിയാലോ, 12 എണ്ണം ഒന്നിച്ച് മേടിക്കാൻ പൈസ വേണം. 12 എണ്ണം ഒന്നിച്ച് മേടിക്കുകയാണെങ്കിൽ ഓർഡറിങ് കോസ്റ്റ്, ഓരോ ഓർഡറിൻ്റെ കോസ്റ്റേ വരുള്ളൂ, ഒരു ട്രാൻസ്പോർട്ടേഷൻ ചാർജേ വരുള്ളൂ. പക്ഷേ സ്റ്റോറേജ് കോസ്റ്റ്, നമുക്ക് വലിയ സ്റ്റോറേജ് കോസ്റ്റ് വേണം. ഒരുപാട് പണം നമ്മുടെ അവിടെ ബ്ലോക്ക് ചെയ്യുന്നു. അല്ലേ? ഓരോ എണ്ണം വീതം മേടിക്കുകയാണെങ്കിൽ 12 മാസം ഓരോ യൂണിറ്റിൻ്റെ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് പൈസ കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് അതിൻ്റെ പുറകിലുണ്ട്. മനസ്സിലായല്ലോ? അങ്ങനെയുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഓർഡറിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ വരുമെന്ന് നോക്കാം. എന്താണ്? കോസ്റ്റ് ഓഫ് ഇൻവൈറ്റിംഗ് ടെൻഡേഴ്സ്. ടെൻഡർ വിളിക്കണം. വെറുതെ അങ്ങോട്ട് ഓർഡർ കൊടുക്കാൻ പറ്റില്ലല്ലോ, ടെൻഡർ വിളിക്കണം. കോസ്റ്റ് ഓഫ് അനാലിസിസ് ആൻഡ് സെലക്ഷൻ ഓഫ് കൊട്ടേഷൻ. ഒരു കൊട്ടേഷൻ അനലൈസ് ചെയ്യുക, സെലക്ട് ചെയ്യുക, അതിനുള്ള കോസ്റ്റ്. കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് ഓർഡേഴ്സ്. അത് ഓർഡർ കൊടുക്കാനുള്ള എന്താണ്, കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് ഓർഡേഴ്സ്, ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ. കോസ്റ്റ് ഓഫ് റിസീവിങ് മെറ്റീരിയൽസ് കിട്ടുന്നതിനുള്ള കോസ്റ്റ്. ഇങ്ങനെ ഒരുപാട് കോസ്റ്റുകൾ അതിൻ്റെ പുറകിലുണ്ടാവും. മനസ്സിലായാലോ? അത് വരുന്നു. ഇനി അടുത്തത് ക്യാരിയിങ് കോസ്റ്റ് റെഫേഴ്സ് ടു. ഓർഡറിങ് കോസ്റ്റ് ആണ് ഇത്രയും പറഞ്ഞത്. ഇനി ക്യാരിയിങ് കോസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാരിയിങ് കോസ്റ്റ് റെഫേഴ്സ് ടു ദ കോസ്റ്റ് ഓഫ് ക്യാരിയിങ് ഓർ ഹോൾഡിംഗ് മെറ്റീരിയൽസ് ഇൻ സ്റ്റോക്ക്. അതായത് നമ്മുടെ കൈവശം സ്റ്റോക്ക് കൊണ്ടുവരുന്നതിനും അത് സൂക്ഷിക്കുന്നതിനുള്ള എല്ലാ കോസ്റ്റിനെയും നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയാം. എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ വരുന്ന കോസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കോസ്റ്റ് ഓഫ് സ്റ്റോറേജ് സ്പേസ്, കോസ്റ്റ് ഓഫ് ഇൻഷുറൻസ്. സ്റ്റോറേജ് സ്പേസ് വേണം, ഇൻഷുറൻസ് വേണം. കോസ്റ്റ് ഓഫ് ഹാൻഡ്ലിങ്, ഹാൻഡിൽ ചെയ്യുന്ന മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യുന്ന കോസ്റ്റ്. വേസ്റ്റേജ് ആൻഡ് ലോസ് ഓഫ് മെറ്റീരിയൽ, വേസ്റ്റേജ്, ലോസ് പോലെയുള്ള കാര്യങ്ങൾ. കോസ്റ്റ് ഓഫ് ഒബ്സലൻസ്, ഇത് കേടുവന്ന് പോകാനുള്ള സാധ്യത. ഇൻട്രസ്റ്റ് ഓൺ മണി ലോക്ക്ഡ് അപ്പ് ഇൻ മെറ്റീരിയൽസ് എക്സെട്ര. നമ്മുടെ പണത്തിൽ എന്ത് ചെയ്യുക, പണം കൂടുതലായിട്ട് അവിടെ ബ്ലോക്ക് ചെയ്ത് പോകുന്നു, അതിന് ഇൻട്രസ്റ്റ്. അല്ലേ? അല്ലെങ്കിൽ അത് വേറെ പല ആവശ്യങ്ങൾക്കായിട്ട് അത് ഉപയോഗിക്കുന്നു, അതിന് ഇൻട്രസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യുമായിരുന്നു, ഇത് എഫക്റ്റ് വരും. അപ്പം ഇങ്ങനെ ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റൊക്കെ മിനിമൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതൊക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു ഓർഡറിങ് ക്വാണ്ടിറ്റി നമുക്ക് ഫിക്സ് ചെയ്യണം.
അതിനെ ആ ഓർഡറിങ് ക്വാണ്ടിറ്റീനെയാണ് നമുക്ക് എന്തായിട്ട് പറയുക, ഇക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. Then economic ordering quantity or EOQ is that quantity at which the ordering cost is equal to the carrying cost or the cost of ordering cost and carrying cost is the minimum. carrying കോസ്റ്റും അതുപോലെ തന്നെ ഓർഡറിങ് കോസ്റ്റ് ഒക്കെ ഏറ്റവും മിനിമമായി നിൽക്കുന്ന ഒരു ബെസ്റ്റ് ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഒരു ഇക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഓർഡറിങ് ക്വാണ്ടിറ്റി ഫിക്സ് ചെയ്യുന്ന ക്വാണ്ടിറ്റീനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഇക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റീഓർഡർ അല്ലെങ്കിൽ ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റൊക്കെ മിനിമം ആക്കി നിർത്തുന്ന ഒരു ഓർഡറിങ് ക്വാണ്ടിറ്റീനെയാണ് എന്തായിട്ട് പറയുന്നത്, ഇക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അതിനെ പറയുന്ന മറ്റൊരു പേരാണ് റീഓർഡർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ റീഓർഡറിങ് ക്വാണ്ടിറ്റി എന്ന് കൂടി പറയാം. ഏതിന്, ഇക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി. ഇനി ഇതിന് ചില അസംഷൻസ് ഉണ്ട്. EOQന് ചില അസംഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? പ്രൈസ് ഓഫ് മെറ്റീരിയൽസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഈ നമ്മൾ പറയില്ലേ, ഒന്നായിട്ട് വാങ്ങി വെക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, 12 ഒന്നിച്ച് വാങ്ങാം, അല്ലെങ്കിൽ ഓരോന്നായിട്ട് വാങ്ങിയാൽ മതി, അല്ലെങ്കിൽ 6 വെച്ച് 2 തവണയായിട്ട് വാങ്ങിയാൽ മതി. ഇതിൽ നിന്ന് നമ്മൾ ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഇക്കണോമിക്കലായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യുന്നതിനെയാണ് എന്തായിട്ട് പറയുന്നത്, ഇക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി. ഒറ്റ തവണ എത്ര എണ്ണം പർച്ചേസ് ചെയ്യാം. ഒരു വർഷം നമുക്ക് 12,000 യൂണിറ്റ് മെറ്റീരിയൽസ് ആണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒറ്റ തവണ എത്ര യൂണിറ്റ് പർച്ചേസ് ചെയ്താലാണ് കമ്പനിക്ക് ലാഭം ഉണ്ടാകുന്നത്. ഇതിനെയാണ് ഇക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അതിൽ അങ്ങനെ ക്വാണ്ടിറ്റി ഫിക്സ് ചെയ്യുമ്പോൾ അതിൽ ചില അസംഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, പ്രൈസിൽ ഒരു മാറ്റവും വരുന്നില്ല. പ്രൈസിൽ മാറ്റം വരികയാണെങ്കിൽ ഇതൊക്കെ വ്യത്യാസമായി. എന്താ കാരണം? പ്രൈസിൽ മാറ്റം വരികയാണെങ്കിൽ ഒന്നിച്ചെടുത്ത് വയ്ക്കുകയാണ് ലാഭം, അല്ലേ? അപ്പോൾ പ്രൈസ് കോൺസ്റ്റന്റ് ആണെന്നുള്ളൊരു അസംഷൻ ഉണ്ട്. ക്യാരിയിങ് കോസ്റ്റ് ബേസ്ഡ് ഓൺ ദ മെറ്റീരിയൽ വാല്യൂ ഈസ് കോൺസ്റ്റന്റ്. ക്യാരിയിങ് കോസ്റ്റ്, അതായത് മെറ്റീരിയൽ വാല്യൂവിൻ്റെ കോസ്റ്റ് എന്താണ്? ക്യാരിയിങ് കോസ്റ്റ് മെറ്റീരിയൽ വാല്യൂ കോൺസ്റ്റന്റ് ആണെന്നുള്ള രീതിയിലാണ് ക്യാരിയിങ് കോസ്റ്റ് കണക്കാക്കപ്പെടുന്നത്. 3, ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ ഈസ് കോൺസ്റ്റന്റ്. ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ കോൺസ്റ്റന്റ് ആണ്. 4, മെറ്റീരിയൽസ് ആർ അവൈലബിൾ ആസ് ആൻഡ് വെൻ ഓർഡർ. മെറ്റീരിയൽസ് ഓർഡർ ചെയ്ത് അപ്പം തന്നെ കിട്ടും, അല്ലേ? അല്ലെങ്കിൽ നേരത്തെ എടുത്തു വെക്കണമല്ലോ. അതാണ് അസംഷൻ പറയുന്നത്. റിക്വയർമെന്റ് ഓഫ് മെറ്റീരിയൽ ഡ്യൂറിങ് എ പേഴ്സൺ ഈസ് നോൺ. അതായത് ഡ്യൂറിങ് എ പീരീഡ് ഈസ് നോൺ. നമുക്ക് ആവശ്യമുള്ള റിക്വയർമെന്റ് മുൻകൂട്ടി അറിയാൻ സാധിക്കും. നമ്മൾ പറയില്ല, ഒരു കൊല്ലത്തേക്ക് നമുക്ക് ഇത്ര യൂണിറ്റ് ആണ് വേണ്ടത്, ഇത് കൃത്യമായിട്ട് നേരത്തെ അറിയാൻ സാധിക്കും. ഇനി ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് EOQ തീരുമാനിക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈൽ ഡിറ്റർമിനിങ് EOQ? പ്രൈസ് ഓഫ് മെറ്റീരിയലിൻ്റെ വില. 2, ക്യാരിയിങ് കോസ്റ്റ്. 3, ഓർഡറിങ് കോസ്റ്റ്. അവൈലബിലിറ്റി ഓഫ് ഫിനാൻസ്, 4ാമത്തെ പോയിന്റ്. 5, റേറ്റ് ഓഫ് കൺസംഷൻ. 6, ഡെലിവറി പീരീഡ്. 7, മാക്സിമം സ്റ്റോക്ക് ലെവൽ. 8, അവൈലബിലിറ്റി ഓഫ് സ്റ്റോറേജ് സ്പേസ്. ഇതൊക്കെ കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, EOQ കണ്ടുപിടിക്കാൻ. മനസ്സിലായാലോ? ഇനി എന്ത് ചെയ്യാം? മെത്തേഡ്സ് ഫോർ കാൽക്കുലേറ്റിംഗ് EOQ. EOQ കാണാനുള്ള മെത്തേഡ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. 2 മെത്തേഡ് ഉണ്ട് EOQ കാണാൻ. ഒന്ന് ടാബുലർ മെത്തേഡും മറ്റൊന്ന് ഗ്രാഫിക്കൽ പ്രസന്റേഷൻ മെത്തേഡും ഇക്വേഷൻ മെത്തേഡും ഉണ്ട്. ഇക്വേഷൻ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ സാധാരണ എന്ത് കാണുന്നത്, EOQ കാണുന്നത് കേട്ടോ. അപ്പോൾ EOQൻ്റെ ഫോർമുല താഴെയുണ്ട്. EOQ = √2AO / C. √2AO / C. അപ്പോൾ √2AO എന്താണ് A നോക്കാം. A മീൻസ് ആനുവൽ കൺസംഷൻ ഓഫ് മെറ്റീരിയൽസ് ഇൻ യൂണിറ്റ്സ്. A എന്ന് പറയുന്നത് എന്താണ്? ആനുവൽ കൺസംഷൻ ഓഫ് മെറ്റീരിയൽസ് ഇൻ യൂണിറ്റ്സ് ആണ്. യൂണിറ്റ്സിലുള്ള ആനുവൽ കൺസംഷൻ. ഇനി O നോക്കാം നമുക്ക്. O മീൻസ് ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ. ഒരു ഓർഡറിന് വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, O എന്ന് പറയുന്നത്. C മീൻസ് ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം. C എന്ന് പറയുന്നത് ക്യാരിയിങ് കോസ്റ്റ് പെർ ആനം ആണ്. ഒരു വർഷത്തേക്ക് വരുന്ന ക്യാരിയിങ് കോസ്റ്റിനെയാണ് C എന്ന് പറയുന്നത്. EOQ ക്യാൻ ബി ഓൾസോ ബി കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ദ ഫോർമുല ഫോർ മാക്സിമം ലെവൽ. ഇനി എന്ത് ചെയ്യുക? മാക്സിമം ലെവലിൻ്റെ ഒരു ഇക്വേഷൻ വെച്ചിട്ടും EOQ കാണാം, റീഓർഡർ ക്വാണ്ടിറ്റി കാണാം. അതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികൾ താഴെ ശ്രദ്ധിക്കുക. EOQ = മാക്സിമം ലെവൽ മൈനസ് റീഓർഡർ ലെവൽ. മാക്സിമം ലെവൽ മൈനസ് റീഓർഡർ ലെവൽ പ്ലസ്, ഇനി ബ്രാക്കറ്റിൽ എഴുതിക്കുന്നു, മിനിമം റേറ്റ് ഓഫ് കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. മിനിമം റേറ്റ് ഓഫ് കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. ഇത് വെച്ച് കണ്ടാലും നമുക്ക് എന്ത് കാണാം? EOQ കാണാം. അപ്പോൾ EOQ കാണാനുള്ള ഇക്വേഷൻ മെത്തേഡ് വെച്ച് കാണുമ്പോൾ കുട്ടികളോട് ചോദിച്ചാൽ എന്താണ് പറയുക? EOQ = √2AO / C. ഇനി അത് തന്നെ വേറെ മെത്തേഡിലും കാണാൻ എന്താണ്? മാക്സിമം ലെവൽ മൈനസ് റീഓർഡർ ലെവൽ പ്ലസ്
മിനിമം റേറ്റ് ഓഫ് കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. ഇങ്ങനെയും എന്ത് കാണാം, EOQ കാണാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ EOQൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ EOQ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. EOQ വിത്ത് സ്റ്റോക്ക് ലെവൽ ചോദിക്കാറുണ്ട്. കാരണം റീഓർഡർ ക്വാണ്ടിറ്റി ആണല്ലോ EOQ എന്ന് പറയുന്നത്. അപ്പോൾ EOQ നമുക്ക് സ്റ്റോക്ക് ലെവലിൻ്റെ ഇക്വേഷൻ വെച്ചിട്ടും EOQനെ കാണാം. അപ്പോൾ EOQ മിക്കവാറും പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു സജീവമായിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ് EOQ എന്ന് പറയുന്നത്. എന്താണ് EOQ എന്ന് ചോദിക്കാം. EOQൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്? നേരത്തെ പറഞ്ഞില്ലേ, ഒരു 8 കമ്പോണൻറ്റ് പറഞ്ഞു EOQൻ്റെ. പ്രൈസ്, ഓർഡറിങ് കോസ്റ്റ്, ക്യാരിയിങ് കോസ്റ്റ്, ഡെലിവറി പീരീഡ്, ഇങ്ങനെ ഒരുപാട് കമ്പോണൻസ് ഉണ്ട് EOQന്. EOQ കാണുന്നതിനുള്ള ശ്രദ്ധിക്കേണ്ട ഫാക്ടേഴ്സ് ഒരുപാടുണ്ട്. അപ്പോൾ അത് ചോദിക്കാം. മിക്കവാറും കൂടുതലായിട്ട് കണ്ടിട്ടുള്ള 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ EOQ ഉൾപ്പെടെ വരുന്നുണ്ട്. പല വ്യത്യസ്ത മോഡലുകളിൽ EOQ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പല ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കേണ്ടതുണ്ട് എങ്ങനെയാണ് EOQ കാണുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ EOQ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ കുട്ടികൾ അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും ഇതിൻ്റെ ഇക്വേഷൻ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കണം. സ്റ്റോക്ക് ലെവലിൻ്റെ ഇക്വേഷൻ ഇനിയും പഠിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അത് നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. EOQൻ്റെ ഇക്വേഷൻ 2 എന്താണ്, റൂട്ട് ഓഫ് 2AO ഡിവൈഡ് ബൈ C എന്നുള്ളത് ചില ബുക്കുകളിൽ റൂട്ട് ഓഫ് CO ഡിവൈഡ് ബൈ I എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. പല രീതിയിൽ അതിനെ ഇക്വേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്, പല പേരുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഏത് ഇക്വേഷൻ ഉപയോഗിച്ചാലും അത് ശരിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിലുള്ള ഇക്വേഷൻ കുട്ടികൾ പഠിക്കുക. അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും ഇത് എന്താണ് EOQ എന്നും എന്താണ് EOQൻ്റെ ഇക്വേഷൻ എന്നും എന്താണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്നും EOQ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കുട്ടികൾ പഠിക്കണം. ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഏറ്റവും സ്പെഷ്യാലിറ്റി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എല്ലാ ഇക്വേഷൻസും ബൈ ഹാർട്ട് പഠിക്കുക എന്നുള്ളതാണ്. അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. എന്തായാലും ഞാൻ ഈ ക്ലാസ് ഇവിടെ